നമസ്കാരം. ഡീപ് വർക്ക് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലെ സൈബർ ക്രൈം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ക്രൈം എന്നാണ്. ഇപ്പോൾ സൈബർ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ കുറ്റകൃത്യങ്ങളെയും അറിയപ്പെടുന്നത് സൈബർ ക്രൈം എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം നടത്തിയ വ്യക്തിയാണ് ജോസഫ് മേരി ജക്വാർഡ്. ഫ്രാൻസിലാണ്. ജോസഫ് മേരി ജക്വാർഡാണ് ലോകത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം നടത്തിയ വ്യക്തി. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളിയാണ് ആസിഫ് അസീം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കേസ് വാദിച്ച വക്കീലാണ് പവൻ ദുഗൽ. സൈബർ ടെററിസം, അതായത് രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ടെററിസം എന്നാണ്. ഫിഷിംഗ്, വ്യക്തിഗത വിവരങ്ങളായ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ മുതലായവ വ്യാജമാർഗത്തിലൂടെ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്ന ക്രൈമാണ് ഫിഷിംഗ്. സ്പൂഫിംഗ്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നിവ മോഷ്ടിച്ച് അതുവഴി നടത്തുന്ന തട്ടിപ്പ് അറിയപ്പെടുന്ന പേരാണ് സ്പൂഫിംഗ്. ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറഞ്ഞാലോ, വ്യാജ ഇമെയിൽ നിർമ്മിച്ചുള്ള കബളിപ്പിക്കലിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നടക്കുന്ന സൈബർ കുറ്റകൃത്യമാണ് ഇത്, സൈബർ സ്ക്വാറ്റിംഗ്. ഔദ്യോഗികമോ ആധികാരികമോ ആയ വെബ്സൈറ്റുകൾ എന്നു തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തിയാണ് സൈബർ സ്ക്വാറ്റിംഗ്. അടുത്തത് സൈബർ വാൻഡലിസം. കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളെയോ കമ്പ്യൂട്ടറിനെയോ മോഷ്ടിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുന്നതാണ് സൈബർ വാൻഡലിസം. ഡിജിറ്റൽ സിഗ്നേച്ചർ, ഒരു ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയോ ഉപകരണങ്ങളെയോ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഫയലുകളെ ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. സൈബർ ഡിഫേമേഷൻ, ഒരു വ്യക്തിക്കെതിരായ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ, മൊബൈൽ, സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നതാണ് സൈബർ ഡിഫേമേഷൻ. വെബ്സൈറ്റ് ഡിഫേസ്മെൻറ്റ്, വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുകയും അവയിൽ ദോഷകരമായ ഉള്ളടക്കങ്ങൾ ചേർക്കുകയും ചെയ്യുന്നതിനെയാണ് വെബ്സൈറ്റ് ഡിഫേസ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഓപ്പറേഷൻ പി ഹണ്ട്. ഇനി നമുക്ക് ഹാക്കിംഗ് എന്താണെന്ന് നോക്കാം. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ ചോർത്തുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ് എന്നറിയപ്പെടുന്നത്. ഹാക്കിംഗ് നടത്തുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരെന്താണ്? ഹാക്കർ. പ്രധാനമായും 3 തരത്തിലുള്ള ഹാക്കേഴ്സാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഓതറൈസ്ഡ് യൂസർ തന്നെ അതീവ രഹസ്യമുള്ള ഡാറ്റ ആക്സസ് ചെയ്യുന്ന രീതിയാണ് ഇൻട്രൂഷൻ പ്രോബ്ലം അഥവാ ആക്സസ് അറ്റാക്ക് എന്നറിയപ്പെടുന്നത്. ഗവൺമെൻറ്റുമായി ചേർന്ന് ഒറ്റയ്ക്ക് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പം ആദ്യത്തെ ഹാക്കറാണ് ഏത് ടൈപ്പ് ഓഫ് ഹാക്കറാണ്? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. അത് ലീഗലായിട്ട് ഗവൺമെൻറ്റുമായി ചേർന്ന് ഒറ്റയ്ക്ക് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരറിയപ്പെടുന്നതാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. തീവ്രവാദം, തട്ടിപ്പ് തുടങ്ങിയവ ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ ലോകത്ത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ അടുത്തത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ തീവ്രവാദം, തട്ടിപ്പ് എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി കിട്ടുന്ന തടവ് ശിക്ഷ 3 വർഷമാണ്.
സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാം. തുടക്കത്തിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സായി പ്രവർത്തിച്ച് പിന്നീട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി സാമ്പത്തിക ലാഭം നേടുന്നവരെയാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ഹാക്കേഴ്സ് ആണുള്ളത്: ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഇലക്ട്രോണിക്സ് റെക്കോർഡുകൾ സുരക്ഷിതമാക്കാനായി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എൻക്രിപ്ഷൻ. ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകളിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിനെ സലാമി അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. സലാമി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകളിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പ്. അടുത്തതായിട്ട് സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറഞ്ഞാലോ, അനധികൃതമായി സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യുന്ന പ്രവൃത്തിയാണ് സോഫ്റ്റ്വെയർ പൈറസി. ദുരുദ്ദേശ്യത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡാറ്റ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡാറ്റ ഡിഡ്ലിംഗ്. സൈബർ ഫോർജറി എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടർ, സ്കാനർ, പ്രിൻ്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്രിമ കറൻസികൾ, പോസ്റ്റൽ സ്റ്റാമ്പ്, മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിയെ സൈബർ ഫോർജറി എന്നാണ് അറിയപ്പെടുന്നത്. സ്നൂപ്പിംഗ് മറ്റു യൂസറിൻ്റെ ഫയലുകളും ഡാറ്റയും അവരറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ്. പാസ്വേഡ് സ്നിഫറുകൾ എന്ന് പറഞ്ഞാൽ ഒരു യൂസറിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ലോഗിൻ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ പാസ്വേഡ് സ്നിഫറുകൾ എന്നറിയപ്പെടുന്നത്. അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ CD, DVD, പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതിനെ ഡാറ്റ തെഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഡാറ്റ തെഫ്റ്റ്. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സംരക്ഷിക്കാനുള്ള വിന്യാസമാണ് ഫയർവാൾ. എക്സാമ്പിൾ ഏതാണ്? കൊമോഡോ, ഷാംപൂ, സോണലാറം, അഗ്നീഷ്യം, ഔട്ട്പോസ്റ്റ് എക്സെട്ര. കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് നൽകുന്നത് മനുഷ്യനാണോ മെഷീനാണോ എന്ന് തിരിച്ചറിയുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമാണ് ക്യാപ്ച. ക്യാപ്ചയുടെ ഫുൾ ഫോം എന്താണ്? കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് പബ്ലിക് ടേണിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് എപ്പാർട്ട്. ക്യാപ്ച. ഓൺലൈൻ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന OTP സംവിധാനത്തിൻ്റെ പൂർണ്ണരൂപം. OTP എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ടൈം പാസ്വേഡ്. ഇനി നമുക്ക് സൈബർ ക്രൈമിലെ ഫസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ മുംബൈ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ മൈനോറിറ്റി സൈബർ വില്ലേജ് ചന്ദോളി, രാജസ്ഥാൻ. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററാണ് ധന്യ മേനോൻ. ഇന്ത്യയുടെ ആദ്യ സൈബർ ക്രൈം പ്രിവെൻഷൻ യൂണിറ്റാണ് ആശ്വാസ്ത്, ഗാന്ധിനഗർ, ഗുജറാത്ത്. സൈബർ ക്രൈം പ്രിവെൻഷൻ യൂണിറ്റ് ആശ്വാസ്ത്. സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി ഇന്ത്യയിലെ ആദ്യ ക്രൈം ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ചതും മഹാരാഷ്ട്രയിലാണ്. സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം, തിരുവനന്തപുരം.
അപ്പോൾ ഇത്രയാണ് സൈബർ ക്രൈമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇതുവരെ എടുത്തത്. ഇത് നന്നായിട്ട് കവർ ചെയ്യുക. താങ്ക് യു.